രാവിലെ ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചതിന് ശേഷം സാവകാശം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം ഇന്ന് കൊച്ചിന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, മഴ കാരണം. അപ്പം അതുകൊണ്ട് രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് ടിഫിനൊന്നും ഉണ്ടാക്കേണ്ടിയ ധൃതിയില്ലായിരുന്നു. അതുകൊണ്ട് സാവകാശം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഫ്രഷ് മാവല്ല, നേരത്തെ ഉണ്ടാക്കിയ ഇഡലിയുടെ ബാക്കി മാവ് വെച്ചിരുന്നു. അതുകൊണ്ടിന്ന് മസാല ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഇച്ചിരി ഉഴുന്നുപരിപ്പും കടുകും ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് കറിവേപ്പില ഇട്ട് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടായിരുന്നേ. അതിനുശേഷം അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഒന്നിട്ട് ഒത്തിരി അങ്ങ് വഴന്ന് വരാതെ കുറച്ചൊന്ന് വാടി വന്നോണ്ടേ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇച്ചിരി മുളക് പൊടിയും ഞാൻ ചേർത്തായിരുന്നേ. ഇച്ചിരി ഉപ്പും ചേർത്തു. എന്നിട്ട് വേവിച്ച ഉരുളൻകിഴങ്ങ് നന്നായി വേവണമായിരുന്നേ, അതും ചേർത്ത്. കാരണം കൈ കൊണ്ട് നമ്മൾ ഉടയ്ക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടയുമായിരുന്നു. ആ പരുവത്തിൽ ഉടച്ചെടുത്തിട്ട് ഗരം മസാല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചേർക്കാൻ മറന്നുപോയി, ഇപ്പോഴാണ് ചേർത്തത്. എന്നിട്ട് ആ പാത്രം കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ഉടഞ്ഞു വരാനായിട്ട്. എന്നിട്ട് ഞാൻ തവിയുടെ മൂടും കൊണ്ട് ബാക്കിയുള്ള കഷ്ണം ആയിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് തവിയും കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പം ഞാനിങ്ങനെ പാൻ വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന രീതിയായി കാണിക്കുന്നത് കേട്ടോ, പല രീതിയിൽ ചെയ്യും. അപ്പം ഞാനങ്ങ് മസാല ദോശ അങ്ങ് ക്രിസ്പി ആയിട്ട് പപ്പടം പോലെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇത് ഇച്ചിരി സോഫ്റ്റായിട്ടായിരിക്കുന്നത്. അങ്ങനെ ചൂടോടെ ഉണ്ടാക്കുന്ന ചൂടോടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി. ഹസ്ബൻഡിനോട് കഴിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ രണ്ടിൻ്റെയും ബാക്കിയുണ്ട് ഇപ്പം. പിന്നെ ഞങ്ങളുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്യാനിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ടൊക്കെ വെക്കണം. അപ്പം വെള്ളം ക്യാനിലൊക്കെ ഒഴിച്ചതിന് ശേഷം കുടിക്കാൻ വെള്ളവും വെച്ച്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ദാഹശമനിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നുണ്ട്. ഇന്നലത്തെ ചോറ് ഇത്തിരി ഉണ്ട്, അതൊന്ന് വെച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാനിങ്ങനെ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് സവാളയും കറിവേപ്പിലയും കുറച്ച് തേങ്ങയും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തോരൻ വെക്കുന്നത് കാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ കാബേജ് തന്നെ വെക്കുന്നതിനേക്കായി അതിൻ്റെ അകത്ത് ഈ ക്യാരറ്റും കൂടെ അരിഞ്ഞുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ കുറേ നേരം ഇട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നുകൊണ്ടേ ഉപ്പൂടിട്ട് അതവിടെ നിന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെള്ളം അബ്സോർവ് ചെയ്യുന്ന ആ ഒരു ഷീറ്റിൻ്റെ അകത്താണ് ഞാനിപ്പം പാത്രങ്ങൾ കഴുകി വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് എനിക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലുകളിലാക്കണം. ഇത് നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ ഉള്ള അച്ചാറാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കാരണം ഈ ഗ്യാസുകാർക്കൊക്കെ വളരെ നല്ല ഈ വെളുത്തുള്ളി ഇത്തിരി കൂടുതലായിട്ട് ചേർക്കുമ്പോഴേ, നമ്മൾ വെള്ള അച്ചാർ പോലെ അത് നമ്മൾ നോർമലായിട്ടുള്ള വെളുത്തുള്ളി അല്ല ചേർക്കത്തുള്ളൂ. ഇത് രണ്ടും ഈക്വലായിട്ടൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു അച്ചാർ. ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് നമ്പരെ. പിന്നെ മാങ്ങ അച്ചാർ ഇത് ഞാനങ്ങ് സീൽ ചെയ്ത് അതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ ഓർത്തത്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.